അപ്പോൾ ഒന്നാമതൊരു 80 വയസ്സ് 90 വയസ്സായാലും ഇവന്മാർ ഇറങ്ങി പോവുകയില്ല. MLA മാരെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങേയറ്റം ചെവിയും കേൾക്കുകയില്ല, കണ്ണും കാണുകയില്ലാത്തൊരവസ്ഥയായാലും ഇതുങ്ങൾ മാറുകയില്ല. അങ്ങനെയാണെ പോലും MLA മാര് 248 പേരുണ്ടെന്ന് ഒരു കണക്ക് കിട്ടി. 248 പേര്. ഈ 248 പേർക്ക് ഓരോരുത്തർക്കും 50,000 രൂപ വെച്ച് പെൻഷനുണ്ട്, മെഡിക്കൽ അലവൻസുകളുണ്ട്, പിന്നെ വേറെ എന്നൊക്കെ അലവൻസുകൾ ഉണ്ടെന്ന് നമുക്കറിയാൻ മേല. അങ്ങനെയാണെ പോലും ഇവരിൽ ഓരോരുത്തർക്കും വർഷം 1 ലക്ഷം രൂപ ഇന്ധനം അടിക്കാൻ പണം കൊടുക്കുന്നതിന്റെ പേരിൽ 2.5 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ട്. ഈ 7 ലക്ഷം കോടിക്കകത്ത് ഒരു വർഷം 2.5 കോടി വെച്ച് ഇതിനകത്ത് എക്സ്ട്രാ ചെലവ് വരുന്നുണ്ട്. 248 പേർക്ക് 1 ലക്ഷം രൂപ വെച്ച് 2.5 കോടി രൂപ എക്സ്ട്രാ ചെലവുണ്ട്. 80 വയസ്സിനധികം പ്രായമുള്ള MLA മാർക്ക് ഈ 50,000 രൂപ പെൻഷൻ കൂടാതെ അവർക്ക് ഒരു 30,000 രൂപയും കൂടെ വാർഷികമായി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,500 രൂപയും കൂടെ മാസം പിന്നെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് 80 വയസ്സ് കഴിഞ്ഞവർക്ക്. അന്നേരം ഞാൻ ഓർത്ത്, നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന സാധാരണ ആളുകൾക്ക് അവരവരുടെ ജീവിതകാലം മുഴുവൻ ജോലിയെടുത്ത് മഴയും വെയിലും മഞ്ഞും എല്ലാം മഞ്ഞും കൊണ്ട് പണിയെടുത്ത് ചുമച്ച് തൂപ്പി നാശമായി കിടക്കുന്ന 80 വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് 1,600 രൂപ ക്ഷേമ പെൻഷനേ ഉള്ളൂ. അത് തന്നെ സമയത്ത് കിട്ടുകയല്ല. 80 വയസ്സിന് മുകളിലുണ്ടെങ്കിൽ എന്നാൽ ഈ MLA മാർക്ക് ഇത് കൊടുക്കുമ്പം ഈ 80 വയസ്സിന് മുകളിലുള്ള ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഒരു 500 രൂപയും കൂടിയെങ്കിലും 30,000 രൂപ അവന്മാരുടെ വായിലോട്ട് തള്ളുമ്പം ഈ ഒരു 500 രൂപയും കൂടിയെങ്കിലും ക്ഷേമ പെൻഷൻ മേടിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ള സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതല്ലേ? 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള MLA മാർക്ക് 50,000 രൂപ പെൻഷനുണ്ട്, പ്ലസ് മാസം ഒരു 2,500 രൂപ എക്സ്ട്രാ ആനുകൂല്യമുണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ സാമൂഹിക പെൻഷൻ മേടിക്കുന്ന 80 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അത് തന്നെ സമയത്ത് കൊടുക്കുന്നുമില്ല, ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് മരുന്നുമില്ല, ട്രീറ്റ്മെന്റിന്റെ ആനുകൂല്യങ്ങളുമില്ല, ഒരു മാങ്ങാത്തൊലിയില്ല. ഇതിനെയാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് നമ്മൾ പറയേണ്ടത്. ഇത് രാജഭരണമായിരുന്നെങ്കിൽ ഒറ്റ കുടുംബം കേരളം ഭരിക്കും. ഇനി 2 or 3 രാജഭരണമാണെങ്കിൽ പോലും 2 or 3 കുടുംബങ്ങളെ ഭരിക്കുള്ളായിരുന്നു. ഇതിപ്പം 140 കുടുംബം എടുക്കാവുന്നതെല്ലാം എടുക്കും. അതിന്റെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാര് അവരെ കൊണ്ട് പറ്റുന്ന ദ്രോഹം ചെയ്യും. ഇങ്ങനെ 4 വഴിക്കും പോയാൽ നമ്മൾ എങ്ങനെ ഈ 7 ലക്ഷം കോടി കടക്കാരനാകാതിരിക്കും? ഇതുപോലെ മുന്നോട്ട് തുടർന്നാൽ എങ്ങനെ ഈ കടം കുറയും?